Alhamdulillah Rabbil Alamin. Assalatu wassalamu ala rasulil karim wa ala alihi wa ashabihi ajma'in. Subhanaka la ilma lana illa ma 'allamtana innaka antal alimul hakim. Awwalan nuhyikum bi tahiyyatil islam al khalida. Assalamualaikum warahmatullahi wabarakatuh. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിന്റെ മലായികത്തുകളുടെ പ്രാർത്ഥനയിൽ റബ്ബിന്റെ കാരുണ്യവും ഇറങ്ങുന്ന ഈ സദസ്സിൽ അത് ലഭ്യമാകുന്ന അർഹരായ സ്വാലിഹീങ്ങളിൽ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും ഇസ്ലാമിലെ രണ്ടാമത്തെ ആഘോഷമായ ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആഘോഷിച്ച് കഴിഞ്ഞു. കഴിഞ്ഞ 1-2 മാസങ്ങളിലായി നമ്മളെല്ലാവരും അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ച വളരെ പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങളിലൂടെ മാസങ്ങളിലൂടെയൊക്കെയായിരുന്നു. റമദാനിലെ നോമ്പും ആ റമദാൻ കഴിഞ്ഞതിന് ശേഷം ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ മനസ്സിലാക്കി അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെയ്ത എല്ലാ നന്മയും അല്ലാഹു അവന്റെ മീസാനിൽ കടന്നുപോകുന്ന സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ. അല്ലാഹു പറയുകയാണ്, ഫഇദാ ഖളൈതും മനാസികകും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സാമ്പത്തികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയല്ല ഒരു വിശ്വാസി. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോടുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. അത് മാത്രമല്ല, അത് എങ്ങനെ വർദ്ധിപ്പിക്കണം? അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ എങ്ങനെയാണോ ഓർക്കുക, നിങ്ങളുടെ മാതാക്കളെ നിങ്ങൾ എങ്ങനെയാണോ ഓർക്കാറുള്ളത്, അതേപോലെ, അല്ലെങ്കിൽ അല്ലാഹു പറഞ്ഞു ഔ അശദ്ദ ദിക്റ, അല്ലെങ്കിൽ അതിനേക്കാളും ഒന്നുകൂടെ മുൻപന്തിയിൽ ഒന്നുകൂടെ ഉഷാറായി നിങ്ങൾ അല്ലാഹുവിനോടുള്ള ദിക്ർ നിലനിർത്തണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസി എന്ന നിലയിൽ നമുക്ക് വിശ്രമിക്കാനുള്ള സമയം ആയിട്ടില്ല. അതെപ്പോഴാണ് വിശ്രമിക്കാനുള്ള സമയം? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അജല് അത് എപ്പോഴാണോ നിങ്ങളിലേക്ക് വരുന്നത്, ആ ഉറപ്പുള്ള യഖീനുള്ള കാര്യം അത് മരണമാണ്. അതാണ് അല്ലാഹു പറയുന്നത്, ഫഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, ഹത്താ യഅതിയക്കൽ യഖീൻ, നിങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ഉറപ്പുള്ള മരണമെന്ന യാഥാർത്ഥ്യം വരുന്നതുവരെ നിങ്ങൾ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയിലായിരിക്കണമെന്ന് റബ്ബിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും അല്ലാഹുവിനോടുള്ള ദിക്ർ ഇനി വർദ്ധിപ്പിക്കണം. എങ്ങനെ വർദ്ധിപ്പിക്കണം? അതിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ. അല്ലാഹുവിൻ്റെ പള്ളികളിൽ
അള്ളാഹുവിന്റെ അതേപോലെ തന്നെ സച്ചരിതരായ സാലിഹ്യങ്ങളുടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഖുർആൻ ക്ലാസുകൾ അള്ളാഹുവിന്റെ ഒരു ദിക്റാണ്. അതേപോലെ നമ്മൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ദിക്റുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് നമ്മൾ കൃത്യമായി കൊണ്ട് ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കണം. മാത്രവുമല്ല, നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ്, നമ്മുടെ ഈ സമയത്ത് ഈ ഒരു ബലി കർമ്മമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് പലപ്പോഴും നമ്മളിൽ നിന്നൊക്കെ വരാറുള്ള അല്ലെങ്കിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു വാചകമാണ് എന്ത്, നമ്മുടെ മഹല്ലിൽ ഇത്ര പോത്തിനെയാണ് ഇത്ര ആടിനെയാണ് അറുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ മഹലിൽ ഇത്ര കുറവല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ മഹൽ അതിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു. ചില ആളുകൾ അത്തരത്തിലൊരു പെരുപ്പം നടിക്കുന്ന അല്ലെങ്കിൽ പെരുമ പറയുന്ന ചില ദൂഷ്യ സ്വഭാവമുണ്ട്. ചില ആളുകൾ ഇനി വലിയൊന്നും വേണ്ട, അല്ലാത്ത സമയത്ത് മക്കളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സാഹചര്യമാണ്, മക്കളുമായി ബന്ധപ്പെട്ട് പറയും, എൻ്റെ മകൻ ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത്, നിന്റെ മകൻ പഠിക്കുന്നതിനേക്കാളും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന CBSEയും ICSEയും ഒക്കെയുള്ള, അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെയും ഉള്ള ഒരു വിദ്യാലയത്തിലാണ്, ഒരു കോളേജിലാണ്, ഉന്നത വിദേശത്താണ് എൻ്റെ മകൻ പഠിക്കുന്നത്, മകൾ പഠിക്കുന്നത് എന്നിങ്ങനെയുള്ള തക്കാത്തുർ പറയുന്ന അല്ലെങ്കിൽ പെരുമ പറയുന്ന ചില ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ സമ്പത്തിന്റെ വിഷയത്തിൽ പെരുമ പറയാറുണ്ട്. എൻ്റെ മകനിക്ക് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ ആയുസ്സിൽ എനിക്ക് കഴിയുന്ന രൂപത്തിൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുക നമ്മൾ കേൾക്കുന്നത് പതിവാണ്. നമ്മൾ ഇന്ന് അരിവിന് ഒന്നാമത്തെ റക്അത്തിൽ കേട്ട സൂറത്ത് തക്കാസുറാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. റബ്ബിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അൽഹാഖുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളത്. അതിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് പറയുന്നത് അത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്, നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, അത് ആ പെരുമ പറയുക എന്നുള്ളത്, പൊങ്ങച്ചം പറയുക എന്നുള്ളത് ഏതുവരെ ഉണ്ടാകും? നിങ്ങളുടെ ഖബർസ്ഥാൻ എപ്പോഴാണോ കണ്ടുമുട്ടുക, നിങ്ങളുടെ ഖബറിടങ്ങൾ എപ്പോഴാണോ നിങ്ങൾ കണ്ടെത്തുന്നത്, അഥവാ മരണത്തിന് ശേഷം നമ്മളെല്ലാവരെയും കൊണ്ടുപോയി വെക്കാനുള്ള ഒരിടമാണ് ഖബറിടം. അവിടെ എപ്പോഴാണോ നിങ്ങൾ എത്തുക അതുവരെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, എത്ര കിട്ടിയാലും മതി വരാത്ത രൂപത്തിലേക്ക് നമ്മൾ ഇന്ന് വഴിമാറിപ്പോവുകയാണ്. കിട്ടിയതൊന്നും പോരാത്ത എണ്ണമായി കൊണ്ട് ഇന്ന് തീർന്നിരിക്കുകയാണ്. നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു, പണ്ട് മുതലേ മലയാളത്തിൽ ചൊല്ലുന്ന ഒരു വാക്കാണെന്ത്, കടലിലെ തിരമാലയും മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹവും ഇതൊരിക്കലും തീരില്ല, അതിങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. അതേ പ്രകാരം മനുഷ്യന്റെ ആ ഒരു വിചാരം അല്ലെങ്കിൽ ആഗ്രഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതാണ് പ്രവാചകൻ പറഞ്ഞ ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗ കാന ഇബ്നി ആദമ വാദിയാൻ, ഒരു ആദമിന്റെ സന്തതിക്ക് 2 താഴ്വര നിറയെ സമ്പത്ത് ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, അത് വലിയ 2 താഴ്വര നിറയുമാനുള്ള സമ്പത്താണ്. അവൻ ആഗ്രഹിക്കും. എന്തിനാഗ്രഹിക്കും? അവന്റെ ആഗ്രഹം എന്താണ്? 3ാമതൊരു താഴ്വര കൂടി സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ, 2 ഉണ്ട്, ഇനി 1 കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കും. റസൂൽ പറയുന്നു, മനുഷ്യന്റെ വായ, മനുഷ്യന്റെ ആഗ്രഹം അതൊരിക്കലും തീരുകയില്ല മണ്ണ് കൊണ്ട് നിറഞ്ഞാലില്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ
മരിച്ചതിന് ശേഷം വായിലും ശരീരത്തിലൊക്കെയും മണ്ണ് നിറയും. അതേ പ്രകാരം അപ്പോഴേ അവൻ്റെ ആഗ്രഹങ്ങൾ ഒടുങ്ങൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂൽ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യുക, ആഗ്രഹിക്കാം, പക്ഷേ അത് ഓവറാകാൻ പാടില്ല, അതിര് കടക്കാൻ പാടില്ല എന്നത് അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെയും പ്രവാചക ചര്യയിലൂടെയും നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആർത്തി ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ല എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിൻ്റെ ദുനിയാവിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുക. ഒരിക്കലും ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് നന്ദിയില്ലാത്തവരാകരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. എന്തേ കാരണം? നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇശാ നമസ്കാര ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാളുകളെ മസ്ജിദുൻ നബവിയുടെ അറ്റത്ത്, പ്രവാചകന്റെ പള്ളിയുടെ ഒരു ഓരത്ത് പുറകുവശത്തായിരിക്കുന്ന പ്രവാചകൻ കണ്ടു. ആരാണെന്ന് പ്രവാചകൻ മനസ്സിലായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ രണ്ടാളുകളുടെ അടുക്കലേക്ക് നടന്നു ചെന്നു. അടുത്തെത്താറായപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി അവർ രണ്ടുപേരും, ഒന്ന് അബൂബക്കറാണ്, രണ്ട് ഉമറാണ്. രണ്ടുപേരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കലേക്ക് ഓടി വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സാഅ. അബൂബക്കറെ, ഉമറേ, നിങ്ങൾ രണ്ടുപേരും ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ, വഴിയോരത്ത് നിൽക്കാനുള്ള കാരണം എന്താണ്? കാരണം നമുക്കറിയാം, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ അധികമൊന്നും വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും പോകാതെ എത്രയും പെട്ടെന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഇത് പ്രവാചകന്റെ സുന്നത്താണ്. സഹാബിമാർ അപ്രകാരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ വഴിയിൽ എവിടെയും പ്രവാചകന്റെ മസ്ജിദുൻ നബവിയുടെ ഓരത്ത് എവിടെയും സഹാബിമാർ ആരുമില്ല, ആകെ രണ്ടുപേരും മാത്രം. അങ്ങനെ പ്രവാചകൻ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കാനുള്ള കാരണം? അപ്പൊ രണ്ടുപേരും പറഞ്ഞു, പ്രവാചകരെ, വിശപ്പാണ് കാരണം, വിശപ്പ് കൊണ്ടാണ് നിൽക്കുന്നത്, കാരണം വീട്ടിൽ ഭക്ഷണമില്ല കഴിക്കാൻ, അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅന വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ റബ്ബാണ് സത്യം. ലഅഖറജനി അല്ലദീ അഖറജകുമാ ഖൗമാ, നിങ്ങൾ രണ്ടുപേരും ഏതൊരു കാര്യം കൊണ്ടാണോ പുറത്തിറങ്ങാനുള്ള കാരണം, ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തിറങ്ങിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിച്ചോക്കെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ രാജാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു നേരം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളൊരു അവസ്ഥ ഉണ്ടായെന്ന് പറയുമ്പോൾ, നമ്മുടെ വീട്ടില് ഭക്ഷണം ഉണ്ടായാലും നമ്മളെന്ത് ചെയ്യും? പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് എളുപ്പമാണ്. ഇന്ന് നമ്മുടെ സാഹചര്യം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലുണ്ടായാലും പുറത്തേക്ക് പോകണം. അതൊരു ആഴ്ച ഒരു ദിവസം പോയില്ലെങ്കിൽ എന്തോ ഒരു പങ്ക് നഷ്ടപ്പെട്ട ഇടങ്ങേറാണ് ചില ആളുകൾക്ക് ഉണ്ടാകുന്നത്. അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ആഴ്ച ദിവസം പോവാന്ന് പറഞ്ഞിട്ടുള്ളല്ലേ, കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുള്ളല്ലേ എന്നൊക്കെ ഇങ്ങനെ പലരും നമ്മളോട് ഇങ്ങനെ ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പാടില്ലെന്നോ പോയാൽ തെറ്റാണെന്നോ ഒന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് വീട്ടിലുണ്ടെങ്കിൽ അത് കഴിക്കാം, അതാണ് ഏറ്റവും ഹയർ. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള കാരണം ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാളുകളെയും കൂട്ടിയിട്ട് പ്രവാചകനും മൂന്നാളുകളും ചേർന്നിട്ട് ഒരു അൻസാരി സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അൻസാരിയോടും സ്വഹാബിയോടും പറയുകയാണ്, എന്ത് ചെയ്യണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരണം. ആ സഹാബി അവിടെ ഉണ്ടായിരുന്നില്ല, സഹാബിയുടെ ഭാര്യയാണ് ഉണ്ടായിരുന്നത്. പ്രവാചകൻ ഹദീസിൽ കാണാൻ സാധിക്കും, ആ സഹാബി വെള്ളം കോരാൻ വേണ്ടി പുറത്തു പോയതാണ്. വീട്ടുകാരിയെ സഹായിക്കാൻ വേണ്ടി വെള്ളം കോരാൻ പുറത്തുപോയി. തിരിച്ചു വരുന്നു, അദ്ദേഹം പ്രവാചകനെ കണ്ടു ഓടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അൽഹംദുലില്ലാ, അല്ലാഹുവാണ്, എന്തൊരു അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നെക്കാളും വലിയ ഇന്ന് ഈ ദിവസത്തിൽ എനിക്ക് കിട്ടിയ ഗസ്റ്റിനേക്കാളും, ഒരു അതിഥിയെക്കാളും വലിയൊരു ഗസ്റ്റ് ഇന്ന് വേറെ ആർക്കും ഉണ്ടാവില്ല എന്ന് പ്രവാചകനെ നോക്കിക്കൊണ്ട് ആ അൻസാരി സഹാബി പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, എന്താ റസൂലേ വരാനുള്ള കാരണം? അപ്പോ അൻസാരി സഹാബിയോട് പ്രവാചകൻ പറഞ്ഞത്,
വിശപ്പാണ് കാരണം, ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞു. 3 പേർക്കും ആ അൻസാരി സഹാബി ഒരു ആടിനെ അറക്കാൻ വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് കത്തിയെടുത്തു. അൻസാരി സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇയ്യാക വൽ ഖുലൂബ, നീ എന്ത് ചെയ്യണം? കറവ വറ്റിയതിനെയാണ് എടുക്കേണ്ടത്. കറന്ന് പാല് എടുക്കുന്ന ആടിനെ നീ എടുക്കണ്ട. അതേപോലെ തന്നെ പെണ്ണാടിനെയാണെങ്കിൽ, അഥവാ പ്രസവിക്കാൻ നിൽക്കുന്ന പെണ്ണാടാണെങ്കിൽ, അതേപോലെ തന്നെ പ്രസവിച്ച് അതിന്റെ ശേഷി തീരാത്ത പെണ്ണാടാണെങ്കിൽ അതിനെയും നീ എടുക്കണ്ട. ഇല്ല നിർത്തിയ പെണ്ണാടാണ് എങ്കിൽ എടുത്തോ, കറവ പറ്റിയതാണെങ്കിൽ നീ എടുത്തോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എടുക്കുന്ന കത്തിക്ക് നല്ല മൂർച്ച വേണം എന്നൊക്കെ പ്രവാചകൻ ഉപദേശിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉരുള ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിന്റെ കൃത്യമായ അല്ലാഹുവാണ് സത്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലതസ്അലുന്ന അൻ നഈമി ഹാദൽ യൗമ യൗമുൽ ഖിയാമ അഖറജഹു മിൻ ബുയൂതികുമുൽ ജുഅ ثم لم ترجعوا حتى അസ്വാബകും ഹാദൽ നിഅം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവാണ് സത്യം. ഈ ദിവസം നമ്മൾ ഇന്ന് അനുഭവിച്ച ഈ ഭക്ഷണത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ അടുക്കൽ നാളെ യൗമുൽ ഖിയാമയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ 3 പേരും ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതോ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടാണ്. ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്കുള്ള ഭക്ഷണവും ഉണ്ട്. പക്ഷേ ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് നാളെ യൗമുൽ ഖിയാമയിൽ ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹുവിന്റെ അടുക്കൽ നാളെ പിന്നീട് ഒരു ദിവസം വരാനുണ്ട്. അന്ന് നമ്മൾ ഇന്ന് അനുഗ്രഹത്തിലൂടെ നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളെ സംബന്ധിച്ചും അല്ലാഹു ചോദിക്കും. അതിനെ സംബന്ധിച്ച് കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി കൊണ്ട് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മൾ ഒരിക്കലും പറയാൻ കഴിയില്ല നമുക്ക് ഞാൻ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളൊന്നും ആസ്വദിക്കുന്നില്ല എന്ന്. നമ്മൾ രാവിലെ എഴുന്നേറ്റത് അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഇവിടെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചത് നടന്നിട്ടാണ്, വാഹനത്തിലാണ്. റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. വാഹനത്തിൽ കയറാൻ സാധിക്കാത്തവർ, വാഹനമില്ലാത്തവർ, നടക്കാൻ കഴിയാത്തവർ, ആരോഗ്യസായിക്കൊണ്ട് വീട്ടിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ പലരുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇല്ലാത്ത അനുഗ്രഹം, ആരോഗ്യമെന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം റബ്ബ് അല്ലാഹു നൽകിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് മേലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും പടച്ച റബ്ബിന്റെ അടുക്കൽ ചോദിക്കുമെന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിച്ചതാണ്. എത്രത്തോളം പ്രവാചകൻ ഹദീസ് നമ്മൾ കേട്ടതാണ്. എത്ര പ്രവാചകൻ വിശന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, അവിടെ നിന്ന് ദാനമായി കിട്ടിയ ഭക്ഷണം കഴിക്കുമ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, ഇതുപോലും അല്ലാഹുവിന്റെ അടുക്കൽ ചോദിക്കപ്പെടുമെന്ന്. നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിനും എല്ലാത്തിനും അല്ലാഹുവിന്റെ ചോദ്യമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് നന്മ കിട്ടിയാലും റബ്ബിന് ശുക്ർ ചെയ്യുന്ന, യഥാർത്ഥ ശാക്കിരികളിൽ നന്ദി ചെയ്യുന്ന അടിമകളായി നമ്മൾ മാറുക. ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ബിസ്മില്ല ചൊല്ലി കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാലും അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയുക, പ്രാർത്ഥനകൾ, ഇതൊക്കെയും നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എങ്കിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന, യഥാർത്ഥ നന്ദി ചെയ്യുന്ന അടിമകളായി നമുക്ക് തീരാൻ കഴിയും, മാറാൻ കഴിയും. അത്തരത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് റബ്ബിനോട് നന്ദി പറയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, റബ്ബിന്റെ യഥാർത്ഥ ദാസന്മാരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മോട് നീ കരുണ കാണിക്കണം റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകാൻ സാധിക്കുന്ന നാളെ പരലോകത്ത് നിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ. മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക്
മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി തരണം റഹ്മാനെ. രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രയാസങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഇടങ്ങളെയും സന്താനങ്ങളെയും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തീർക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾക്ക് നല്ല മക്കളായി തീരാൻ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തീർക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ ഞാനിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന പല ആളുകളും ഉണ്ട് റബ്ബേ. അവർക്ക് നീ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മരണശേഷമുള്ള ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടി നിർത്തുമ്പോൾ നിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായി സൂക്ഷ്മത പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന നിന്റെ യഥാർത്ഥ ദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. സ്വർഗ്ഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.